പോറ്റി ചരിതം ആകെ കൂടി ജഗപൊകയാണിപ്പോൾ. മന്ത്രിക്ക് വെച്ചത് തന്ത്രിക്ക് കൊണ്ടു. കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിൽ 10 ജനപദത്തിൽ വരെ പ്രകമ്പനമെത്തി. തന്ത്രി പെട്ടതോടെ BJPക്കും പൊള്ളലേറ്റു. എല്ലാം കൊണ്ടും ഒരു ഹിറ്റ് സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 75 വർഷം തികയുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ തടസ്സപ്പെടുത്താനാണ് ചിലർ കോടതി വ്യവഹാരങ്ങളുമായി പോയത്. കോടതിയിൽ പരാജയപ്പെടുന്ന നിലയുണ്ടായപ്പോഴാണ് ഏത് വിധേനയും അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ കോൺഗ്രസ് BJP സംയുക്ത മുന്നണിയുടെ ശ്രമമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം ആദ്യമായി പൊതുസമൂഹത്തിന് മുൻപിൽ വരുന്നത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് BJP അച്ചുതണ്ടിൻ്റെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ 2 താങ്ങുപീഠങ്ങൾ കാണാനില്ലെന്ന് ബഹളം വയ്ക്കുന്ന പോറ്റിയെയാണ് മലയാളികൾ ആദ്യം കാണുന്നത്. ഈ വിഷയം പോറ്റി തന്നോട് പറഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ നിയമസഭയിൽ പറയുന്നു. എല്ലാം ജയിച്ച ഭാവമായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവിന്. ഇതെല്ലാം അയ്യപ്പ സംഗമത്തിന്റെ നിറം കെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ തിരക്കഥയനുസരിച്ചുള്ള നീക്കമായിരുന്നു. ഒരു ഉന്നത കോൺഗ്രസ് നേതാവും പോറ്റിയും തമ്മിൽ ഇതിനുവേണ്ടി ഗൂഢാലോചന തയ്യാറാക്കി. താങ്ങുപീഠങ്ങൾ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നു തന്നെ വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. ശരിക്കും ശബരിമല സ്വർണ്ണക്കേസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവും വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് അപ്പോഴും ജയിച്ച ഭാവമായിരുന്നു. ഇനി അല്പം ഫ്ലാഷ് ബാക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. UDF കേരളം ഭരിക്കുന്ന വേളയിൽ 2004 കാലഘട്ടത്ത് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയും കോൺഗ്രസ് നേതാവ് G രാമൻ നായർ ദേവസ്വം ബോർഡ് ചെയർമാനും കോൺഗ്രസിലെ തന്നെ പുനലൂർ മധു, SNDP നേതാവ് MP ശ്രീകുമാർ എന്നിവർ അംഗങ്ങളുമായിരിക്കെയാണ് അന്നത്തെ തന്ത്രിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിക്കൂടുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്ന അടൂർ പ്രകാശനുമായുള്ള സൗഹൃദവും പോറ്റിക്ക് തുണയായി. 2006 സർക്കാർ മാറിയപ്പോൾ പോറ്റിയും മലയിറങ്ങി. പിന്നീട് മറ്റൊരു UDF സർക്കാരിൻ്റെ കാലത്ത് 2012 ശേഷം പൂജാരിയുടെ സഹായിയായി വീണ്ടും കയറിക്കൂടുകയും ചെയ്തു. 2013 5 ലക്ഷം രൂപ മുടക്കുള്ള അന്നദാനത്തിന് അതിൻ്റെ 5 ഇരട്ടി വരെ സംഭാവനയായി പിരിക്കുന്നിടത്തോളം എത്തി പോറ്റിയുടെ വിക്രിയകൾ. ഇത്തരം ഇടപാടുകൾ ദേവസ്വം വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരിച്ചറിയൽ കാർഡില്ലാത്തതിൻ്റെ പേരിൽ പോറ്റിയെ പുറത്താക്കി. എന്നാൽ അധികം വൈകാതെ 2014 വീണ്ടും മേൽശാന്തിയുടെ സഹായിയായി പോറ്റി ശബരിമലയിൽ കയറിപ്പറ്റി. അന്നും ഭരിക്കുന്നത് UDF സർക്കാർ തന്നെയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാർ, ദേവസ്വം ബോർഡ് ചെയർമാൻ കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ, അംഗം സുഭാഷ് വാസു. 2014 പോറ്റിയുടെ ഈ 3ാം വരവിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം സെക്രട്ടറിയും ആരായിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ VS ശിവകുമാറിൻ്റെ സഹോദരനായ VS ജയകുമാർ ആയിരുന്നു അത്. അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടിയുള്ള ഭരണകാലത്ത് പോറ്റിയും പലതും ഊറ്റി. 2013-15 കാലയളവിൽ സന്നിധാനത്തേക്ക് പാത്രങ്ങൾ വാങ്ങിയതിൽ മാത്രം VS ജയകുമാർ ഊറ്റിയ കോടികളുടെ കഥ നാട്ടിൽ പാട്ടായിരുന്നു. എന്നാൽ ചേട്ടൻ ബാവ അനിയൻ ബാവയെ സംരക്ഷിച്ചു. 2015 മുൻ കോൺഗ്രസ് MLA പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാനും കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ അംഗമായും പുതിയ ഭരണസമിതി വരുന്നു. അനിയൻ ബാവ ചേട്ടൻ ബാവമാർക്ക് പറ്റിയ കൂട്ടായിരുന്നു ഇരുവരും. കോടികൾ വില വരുന്ന വാജി വാഹനം തന്നെ എടുത്ത് തന്ത്രിക്ക് നൽകുന്നത് വരെയെത്തി ശബരിമലയിലെ ഊറ്റൽ. കോൺക്രീറ്റ് പാളികൾ പോലും ചിതലരിക്കുന്ന നിഗൂഢത ദേവസ്വം ഭരണത്തെ സർവ്വം മായയാക്കി മാറ്റി. അനിയൻ ബാവ പാത്രം വാങ്ങിയതിൽ 1.87 കോടി രൂപയുടെ അഴിമതി നടത്തിയതായി 2017 ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയുണ്ടായി. 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം VS ജയകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ നിർദ്ദേശമുയർന്നെങ്കിലും പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡംഗം അജയ് തറയിലും ഇതിനെ എതിർക്കുകയാണുണ്ടായത്. തുടർന്ന് VS ജയകുമാറിനോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ 2015 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ പോറ്റിക്ക് ശബരിമലയിൽ വലിയ പരിഗണന ലഭിച്ചു. പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകിയ പ്രാർത്ഥനാ സംഗമം, തമിഴ്നാട്ടിൽ നിന്ന് നെൽക്കതിർ കാൽനടയായി ശബരിമലയിൽ എത്തിച്ച നിറപുത്തരി, കൊടിമര പ്രതിഷ്ഠ, അഷ്ടബന്ധ കലശം തുടങ്ങിയ സകല പരിപാടികളിലും പോറ്റിയെ പ്രധാന ചുമതലക്കാരനായി പ്രയാർ ഗോപാലകൃഷ്ണൻ നിയോഗിച്ചു. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ തന്ത്രിയുടെ പിന്തുണയും പോറ്റിക്ക് ലഭിച്ചു പോന്നു. പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പമാണ് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ അതീവ സുരക്ഷയുള്ള അവരുടെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് പോറ്റിയും സംഘവും കാണുന്നത്. പോറ്റിയും പോറ്റി വിറ്റ തൊണ്ടി വാങ്ങിയ ബെല്ലാരിയിലെ രൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ശബരിമല നിലകൊള്ളുന്ന ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായ അടൂർ പ്രകാശും
ഒരുമിച്ചാണ് പല ഘട്ടങ്ങളിലായി സോണിയാഗാന്ധിയെ വസതിയിൽ പോയി കാണുന്നത്. ഈ ഘട്ടങ്ങളിൽ ഒന്നുകിൽ അടൂർ പ്രകാശ് മന്ത്രിയാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധിയാണ്. 2016 ജൂണിന് ശേഷമാണെങ്കിൽ MLA ആണ്. 2019 ശേഷമാണെങ്കിൽ MP-യും. ദേവസ്വം ബോർഡ് ഔദ്യോഗിക പരിപാടിയിൽ രൊദ്ദം ഗോവർദ്ധനെ പ്രയാർ ഗോപാലകൃഷ്ണൻ കസേരയിലേക്ക് ആനയിക്കുന്ന ഫോട്ടോയും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ആ വേദിയിലും പ്രധാനിയായി പോറ്റിയുടെ സാമീപ്യം കാണാം. അതായത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ദേവസ്വം ബോർഡിലെ കാലഘട്ടത്തിൽ പോറ്റിയും ഗോവർദ്ധനും ശബരിമലയിൽ കയറി നിരങ്ങിയിട്ടുണ്ട്. ഇരുവർക്കും അവരുടെ ഗൂഢപദ്ധതികൾ നടപ്പിലാക്കാൻ തന്ത്രിക്കൊപ്പം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗം അജയ് തറയിലിന്റെയും ഇന്നത്തെ UDF കൺവീനറും ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശിന്റെയും ഒത്താശ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം ഊറ്റിയ പോറ്റിയും ഊറ്റിയ സ്വർണം വാങ്ങിയ രൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ട ഒന്നിലേറെ ഘട്ടങ്ങളിൽ അടൂർ പ്രകാശിനൊപ്പം പത്തനംതിട്ട MP ആന്റോ ആന്റണിയും ഉണ്ടായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അഭാവത്തിലാണ് മറ്റൊരു ഘട്ടത്തിൽ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർക്കൊപ്പം പോറ്റി സോണിയെ വസതിയിൽ പോയി കണ്ടത്. ആ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ പോയി കാണാൻ മാത്രം ഇവർക്ക് എന്താണ് അടുപ്പം എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഗോവർദ്ധനും പോറ്റിയും സോണിയയ്ക്ക് ഉപഹാരങ്ങൾ കൈമാറുന്നുമുണ്ട്. 2 ഘട്ടത്തിലും ഇവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് താനല്ല എന്നാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. പോറ്റി തന്നെയാണ് സ്വന്തം നിലയിൽ അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. 14 വർഷം മുമ്പെയാണ് പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടത് എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത്. 14 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ വർഷം 2011, 2ാം UPA സർക്കാരിൻ്റെ കാലം. അന്ന് സോണിയാഗാന്ധി കേന്ദ്രം ഭരിക്കുന്ന UPAയുടെ ചെയർപേഴ്സണായിരുന്നു, കോൺഗ്രസ് അധ്യക്ഷയും. ഇന്നത്തേക്കാൾ 10 മടങ്ങ് അധികാരവും സ്വാധീനവുമുള്ള പദവി. അതീവ സുരക്ഷയുള്ള അന്നത്തെ 10 ജനപദത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ പോറ്റിയെ കയറ്റിയത്. ശബരിമലയുടെ പ്രധാന ആളാണ് എന്ന് പറഞ്ഞു സോണിയയെ കണ്ടതാണ്. അവിടെ ഞാനും ഉണ്ടായിരുന്നു എന്നതിന് എന്താണ് കുഴപ്പം എന്നാണ് ആന്റോ ആന്റണിയുടെ ചോദ്യം. ഇവിടെ ആന്റോ ആന്റണി സമ്മതിക്കുന്ന ഒരു കാര്യം 2011 ശബരിമലയിലെ പ്രധാന ആളായിരുന്നു എന്നാണ്. 2011 കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ MP-യും MLA-യുമായ 2 കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ രാജ്യം ഭരിക്കുന്ന മുന്നണി ചെയർമാൻ്റെ മുന്നിൽ ശബരിമലയിലെ പ്രധാനി എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ മാത്രം അവർക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു ഈ പോറ്റി. സോണിയയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് താനല്ലെന്ന് ആന്റോ ആന്റണിയും ആണയിടുന്നുണ്ട്. അപ്പോൾ പിന്നെ അടൂർ പ്രകാശിനേക്കാളും ആന്റോ ആന്റണിയേക്കാളും ഉയർന്ന നേതാക്കൾ ആരോ എടുത്തു നൽകിയതാവണം. അത് പോറ്റി ശബരിമലയിൽ കയറുന്ന കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന KC വേണുഗോപാൽ ആവാം. അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറാൻ തക്ക ബന്ധം 10 ജനപദിൽ പോറ്റിയും ബെല്ലാരി ഗോവർദ്ധനും ഉൾപ്പെടുന്ന ഈ സ്വർണ്ണ കവർച്ച സംഘത്തിനുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. സോണിയാഗാന്ധി പണ്ട് മത്സരിച്ചു ജയിച്ച മണ്ഡലം കൂടിയാണല്ലോ ബെല്ലാരി. സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ഇറ്റലിയിലെ പുരാവസ്തു ബിസിനസ്സും മരുമകൻ റോബോട്ട് വാദ്രയുടെ പുരാവസ്തു പ്രേമവുമെല്ലാം ചർച്ചയാക്കപ്പെട്ടതുകൂടി കൂട്ടി വായിക്കണം. LDF സർക്കാരിൻ്റെ കാലയളവിൽ ഈ പോറ്റി ശബരിമലയിൽ കഴിഞ്ഞുകൂടിയത് തന്ത്രിയുടെ ഒറ്റ ബന്ധത്തിലായിരുന്നു. രൊദ്ദം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ അയ്യപ്പ പൂജ നടത്താൻ 2023 ജൂലൈ 3 പോയത് ശബരിമല തന്ത്രിമാരിൽ ഒരാളായ കണ്ഠരർ മഹേഷ് മോഹനരായിരുന്നു. VVIP പൂജകൾ മാത്രം നടത്തുന്ന തന്ത്രി കുടുംബത്തിലെ അംഗം ബെല്ലാരിയിലേക്ക് അയ്യപ്പ പൂജയ്ക്ക് പോകാൻ പോറ്റി വഴിയുള്ള കണ്ഠരർ രാജീവരുടെ നിർദ്ദേശം തന്നെയായിരിക്കണമല്ലോ കാരണം. തന്ത്രി രാജീവർക്കും ബന്ധുക്കൾക്കും VVIP പൂജകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതുൾപ്പെടെ പോറ്റിയായിരുന്നു. പകരം തന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന നിലയിൽ കേരളത്തിന് പുറത്ത് സമ്പന്നരായ ഭക്തരെ പിഴിയാനും പോറ്റിക്ക് പറ്റി. ഏതായാലും പോറ്റി കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്നുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ നടത്തിയ ഗൂഢാലോചന നിലവിൽ പോറ്റിയെയും കോൺഗ്രസ് പാർട്ടിയെ തന്നെയും ആപ്പിലാക്കിയിരിക്കുകയാണ്. പോറ്റിയെ ആദ്യം കയറ്റിയതും അയാളെ പോറ്റി വളർത്തിയതും ആരെന്ന് തെളിഞ്ഞു. രാമൻ നായർ, പുനലൂർ മധു, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, VS ശിവകുമാർ മുതൽ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, KC വേണുഗോപാൽ വരെ പ്രതിക്കൂട്ടിലായി. സോണിയാഗാന്ധി വരെ സംശയത്തിന്റെ നിഴലിലായി. ഇതിൽ അജയ് തറയിലും പ്രയാറും വാജിവാഹനം കടത്തിക്കൊണ്ടുപോകാൻ തന്ത്രിക്ക് കൂട്ടുനിൽക്കുന്ന നില വരെയുണ്ടായി. അധികം പറയുന്നില്ല, ഒറ്റ വാക്യത്തിൽ നിർത്തുന്നു: കയറ്റിയതും പോറ്റിയതും ഊറ്റിയതും കോൺഗ്രസ് തന്നെയാണ്.